രാധാമാധവം 369ലേക്ക് സ്വാഗതം. ടിൻ ഫ്ലെയിം ജേണിയിൽ നിങ്ങൾ ഹീൽ ചെയ്തിങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ അറ്റാച്ച്മെൻറ്റ് കുറയുന്നു, ചേസിങ്ങൊക്കെ നിർത്തി സെൽഫ് ലൈവ് ഒക്കെ പഠിച്ച് ഇന്നർ പീസൊക്കെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പഴയ സിറ്റുവേഷൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ DM-ൽ നിന്ന് മെസ്സേജ് വരുന്നു, അവരെക്കുറിച്ചുള്ള ശക്തമായ തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, പഴയ ഇമോഷൻസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെന്തുകൊണ്ടായിരിക്കും? അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കാറില്ലേ, എൻ്റെ ഹീലിങ് വെറുതെ ആയോ, ഞാൻ ഹീൽ ചെയ്യുന്നത് ശരിയല്ലേ എന്നൊക്കെ ചിന്തിക്കാറില്ലേ? ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. സ്പിരിച്വൽ വിശ്വാസത്തിലെ യൂണിവേഴ്സ് ടെസ്റ്റ് എന്നൊരാശയം പറയാറുണ്ട്. അതായത് ഹീലിംഗ് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ജീവിതത്തിൽ വീണ്ടും പഴയ ട്രിഗർ കൊണ്ടുവരിക, പഴയ പാറ്റേണിലേക്ക് കൊണ്ടുപോവുക എന്നൊരു വിശ്വാസം. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം, യൂണിവേഴ്സ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്നു എന്നൊരു ശാസ്ത്രീയമായ തെളിവില്ല. ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിൽ ആത്മീയമായൊരു വിശ്വാസം മാത്രമാണിത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ഉറപ്പായ യൂണിവേഴ്സൽ റിസൾട്ട് അല്ല കേട്ടോ. ഈ ആശയം എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിനെ ആ കാഴ്ചപ്പാടോടെ മാത്രം കാണാം. ഹീലിംഗ് പകുതി എത്തിയപ്പോൾ വീണ്ടും എന്തുകൊണ്ട് പഴയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തോന്നാറില്ലേ? ഇപ്പോൾ നിങ്ങൾ ഹീലിംഗ് ഒക്കെ ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. ആദ്യ ഘട്ടത്തിൽ നമ്മൾക്ക് പെയിനിനെ തിരിച്ചറിയാൻ പറ്റുന്നു, വേദനയെ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് വേദനിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു, അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ചേസിങ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു, വാലിഡേഷൻ മറ്റൊരാളിൽ നിന്ന് തേടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിന് ശേഷം നിങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങുകയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, സെൽഫ് ലവ്, ഇന്നർ വർക്ക്, ഡിറ്റാച്ച്മെൻറ്റ്, ഇതെങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീലിംഗ് എന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനല്ല. ഇപ്പോൾ നമ്മൾ ഒരു ട്രിഗർ ഹീൽ ചെയ്ത് എന്ന് കരുതുക, പെട്ടെന്ന് സമാനമായൊരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളെ അത് വീണ്ടും ബാധിക്കാം. അത് ഹീലിംഗ് പരാജയപ്പെട്ടതുകൊണ്ടല്ല കേട്ടോ. നമ്മൾ പുതിയൊരു പ്രതികരണം എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മൾക്കറിയാൻ കഴിയില്ല. ഹീലിംഗ് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. യൂണിവേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ പഴയ വെർഷനിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന് ജീവിതം തന്നെ കാണിച്ചു തരുന്ന ഒരു സിറ്റുവേഷൻ പോലെ ഇതിനെ കാണണം. ഉദാഹരണം, മുൻപ് നിങ്ങൾ അവരുടെ മെസ്സേജിന് വേണ്ടി മണിക്കൂറോളം കാത്തിരുന്നേക്കാം, മെസ്സേജ് വന്നാൽ അപ്പോൾ തന്നെ മറുപടി കൊടുത്തേക്കാം, അവരെ ചേസ് ചെയ്തേക്കാം, അവർ സംസാരിക്കാത്തപ്പോൾ നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ അതേ വ്യക്തിയിൽ നിന്ന് വീണ്ടും ഒരു മെസ്സേജ് വന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവും. എനിക്കിപ്പോൾ എൻ്റെ പീസ് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം, അതാണ് യൂണിവേഴ്സ് ടെസ്റ്റ് പാസ്സായി എന്ന് പറയുന്നത്. പഴയ നിങ്ങളായി നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ, പുതിയ നിങ്ങളായി പ്രതികരിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം. DFന് ഇത് എങ്ങനെ അനുഭവപ്പെടാം? ആദ്യം DFൻ്റെ ഫോക്കസ് മുഴുവൻ DM-ലായിരിക്കും അല്ലേ? അവരെപ്പോൾ വിളിക്കുന്നു, അവരെപ്പോൾ വരും, അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ, എപ്പോഴെനിക്ക് യൂണിയൻ സംഭവിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിലേക്ക് പോകും. പക്ഷേ ഇന്നർ വർക്ക് ആരംഭിക്കുമ്പോൾ ആ ഫോക്കസ് മുഴുവൻ മാറുകയാണ്. അവർ എന്ത് ചെയ്യുന്നു എന്നതിന് പകരം ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നതിലേക്കുള്ളൊരു വലിയ മാറ്റം നിങ്ങളിലേക്ക് വരുന്നു. പെട്ടെന്നൊരു ദിവസം ട്രിഗർ വരികയാണ്, നിങ്ങൾ വളരെ പീസ്ഫുള്ളാണ്, ചെക്കിംഗ് ഇല്ല, ചേസിങ് ഇല്ല, യൂണിയൻ എപ്പോൾ നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ട. അപ്പോഴാണ് അവരുടെ പേര് കേൾക്കുന്നു, ഫോട്ടോസ് കാണുന്നു, പഴയ മെമ്മറീസ് വരുന്നു, പഴയ ഇമോഷണൽസ് വീണ്ടും കടന്നു വരുന്നു. ഇതാണ് യൂണിവേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ടെസ്റ്റ് ചെയ്യുക അവൻ തിരികെ വന്നോ എന്നതിലല്ല, നീ ഇപ്പോഴും നിന്നെ തന്നെയാണോ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. ഹീലിംഗ് ശരിക്കും നിങ്ങളിൽ നടന്നിട്ടുണ്ടോ? എങ്ങനെ അറിയാം? ഇപ്പോൾ നിങ്ങൾ ഇനി ഒരാളെ ചേസ് ചെയ്യേണ്ട ആവശ്യം തോന്നുന്നില്ല. അവർ മെസ്സേജ് അയച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അവർ നിങ്ങളെ ചൂസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ സെൽഫ് വർത്ത് അതനുസരിച്ച് മാറുന്നില്ല. അവരുടെ അറ്റൻഷൻ കിട്ടുമ്പോൾ മാത്രം സന്തോഷിക്കുകയും അതില്ലാത്തപ്പോൾ തകർന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ കുറയുന്നു. അതായത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. ഇതാണ് നിങ്ങൾ ഹീലായോ എന്നറിയാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മാറ്റം. പഴയ ട്രിഗർ വീണ്ടും വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം റിയാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. ഇപ്പോൾ അവരുടെ മെസ്സേജ് വരുവാണെങ്കിൽ ഉടനെ റീപ്ലൈ
കൊടുക്കാതിരിക്കുക. ഉടനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. അവരുടെ കോള് വരുമ്പോഴായാലും അവരെ കാണുമ്പോഴായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കാം. നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് പറയുന്നതെന്ന് ആദ്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അവരെ പേടിയാണോ, എനിക്ക് അവരെ നഷ്ടപ്പെടുന്നുള്ളൊരു ഭയമാണോ, എനിക്ക് വാലിഡേഷൻ വേണമെന്നാണോ, അങ്ങനെയുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഡിറ്റാച്ച്മെൻറ്റ് എന്നത് എന്താണ്? എനിക്കിനി അവരെ സ്നേഹമില്ലേ എന്നല്ല, അവർ ഇനി വേണം എന്ന് തന്നെയാണോ? അതുമല്ല. ഡിറ്റാച്ച്മെൻ്റ് എന്നത് എനിക്ക് ഈ വ്യക്തിയെ സ്നേഹിക്കാം, പക്ഷേ എൻ്റെ ജീവിതവും എൻ്റെ സമാധാനവും അവരുടെ തീരുമാനത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കില്ല എന്ന അവസ്ഥയാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ. യൂണിയനെ കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂണിവേഴ്സ് ടെസ്റ്റ് പാസ്സായാൽ അടുത്തതായിട്ട് തീർച്ചയായിട്ടും ട്വിൻ ഫ്ലെയിം യൂണിയൻ സംഭവിക്കുക എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കാരണം മറ്റൊരു വ്യക്തിയുടെ തീരുമാനങ്ങളും സ്വാതന്ത്ര്യവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് തന്നെ ഹീലിങ്ങിൻ്റെ ലക്ഷ്യം യൂണിയൻ നേടുക എന്നതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ കാരണമാവും. ഹീലിങ്ങിൻ്റെ ലക്ഷ്യം നിങ്ങളെ തന്നെ കണ്ടെത്തുക എന്നായിരിക്കണം. യൂണിയൻ ഉണ്ടായാലും നിങ്ങളുടെ പീസ്ഫുൾ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. യൂണിയൻ ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ആദ്യം നിങ്ങളിലേക്ക് വരേണ്ട മാറ്റം. ട്വിൻ ഫ്ലെയിം ജേണിയിൽ പഴയ ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പിന്നോട്ട് കൊണ്ടുപോയി എന്ന് കരുതരുത്. ഒരു ട്രിഗർ തിരിച്ചു വന്നാൽ ഹീലിംഗ് മുഴുവൻ ഇല്ലാതായി എന്നർത്ഥമില്ല. അത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. മുൻപ് നിങ്ങൾ ചേസ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. മുൻപ് മറ്റൊരാളുടെ അറ്റൻഷൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ടോ? മുൻപൊരു മെസ്സേജ് നിങ്ങളുടെ ദിവസം മുഴുവൻ മാറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇന്നർ പീസിൽ നിലനിർത്താൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളിലൊരു യഥാർത്ഥ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് യൂണിവേഴ്സ് നിങ്ങളോട് നടത്തുന്ന ഒന്നല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുമോ എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ടെസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയാൻ മറക്കരുത്. ഹാപ്പി ജേർണി.